ഹലോ മക്കൾസ്, അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാം സോഷ്യലിൻ്റെ ലാസ്റ്റ് എക്സാമാണ്. അവിടെ നിങ്ങൾ പഠിക്കേണ്ട 9ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, ഡെമോക്രസി, ജനാധിപത്യം എന്നുള്ള ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് എപ്പോഴും ക്രിസ്മസ് എക്സാമിന് അതിനൊക്കെയായിട്ട് യൂണിറ്റ് ടെസ്റ്റിനൊക്കെ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി. അപ്പോൾ 2 ടൈപ്പ് ഡെമോക്രസി ഉണ്ട്, 2 ടൈപ്പ് ജനാധിപത്യം ഉണ്ട്. ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസി, അതായത് പരോക്ഷ ജനാധിപത്യവും പ്രത്യക്ഷ ജനാധിപത്യവും. എന്താണ് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പറഞ്ഞ മിലിറ്ററി ലീഡേഴ്സ്, അതായത് പണ്ട് കാലങ്ങളിലാണ് ഇതുണ്ടായത്, മിലിറ്ററി ലീഡേഴ്സ്, അതായത് പട്ടാള മേധാവികളെ, അതുപോലെ തന്നെ അങ്ങനത്തെ ന്യായാധിപരന്മാരെ, ജഡ്ജിമാരെ, ഇവരൊക്കെ നമ്മൾ നേരിട്ട് എന്തായിരിക്കും തിരഞ്ഞെടുക്കും. ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ്, അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയെ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് ഡെമോക്രസി, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എന്തെന്ന് പറയാം, പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയാം. ഇനി നമുക്ക് പറയാനുള്ളത് അടുത്തതാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. പ്രത്യക്ഷ വിവിധ മാർഗങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യാം, പരോക്ഷ ജനാധിപത്യം. എന്നിട്ട് മറ്റേതിലേക്ക് നോക്കട്ടെ. പരോക്ഷ ജനാധിപത്യം എന്തായിരുന്നു? പരോക്ഷ ജനാധിപത്യം. എന്താണ് ഈ പരോക്ഷ ജനാധിപത്യം, അല്ലെങ്കിൽ അതിനെ വിളിക്കുക ഇൻഡയറക്റ്റ് ഡെമോക്രസി, പ്രാതിനിധ്യ ജനാധിപത്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഈ പറയുന്ന മിലിറ്ററി ലീഡേഴ്സിനെ അല്ലെങ്കിൽ സൈനിക മേധാവികളെയും അതുപോലെ തന്നെ ജഡ്ജിമാരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളല്ല ഡയറക്റ്റ് ഇതാക്കല്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ, ഒരു പ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളാണോ ജഡ്ജിമാരെ തിരഞ്ഞെടുക്കുന്നത്, നമ്മളാണോ മിലിറ്ററി ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, അവരൊക്കെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ MLA മാരെയും MP മാരൊക്കെ നമ്മൾ വോട്ട് ചെയ്തിട്ട് വിജയിപ്പിക്കുന്നല്ലേ, അവരല്ലേ തിരഞ്ഞെടുക്കണേ. അതേപോലെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ, ഒരു ജനപ്രതിനിധിയെ നമ്മൾ തിരഞ്ഞെടുക്കും. അങ്ങനെ അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ രീതിയെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡയറക്റ്റ് ഡെമോക്രസി, അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം, അല്ലെങ്കിൽ പരോക്ഷ ജനാധിപത്യം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു എന്നറിയോ? ഒന്ന് പാർലമെന്ററി സിസ്റ്റം, അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരിക്കും, ഒരു മറ്റേ രാഷ്ട്രപതി ഉണ്ടായിരിക്കും, പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഒരു പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ടായിരിക്കും പാർലമെന്ററിയിൽ. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും, പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് പാർട്ടിയുടെ ആണ് മെജോറിറ്റി കിട്ടിയത് അതിന്റെ ലീഡറാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും, നമ്മുടെ പ്രസിഡന്റിന് അങ്ങനെ വലിയ റോൾ ഉണ്ടായിരിക്കില്ല, ഒരു നോമിനൽ മാത്രമായിരിക്കും, പക്ഷേ പ്രൈം മിനിസ്റ്ററാണ് മെയിൻ റോൾ ഉണ്ടാവുക. എന്നാൽ പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ വ്യവസ്ഥയിലേക്ക് കഴിഞ്ഞാൽ അവിടെ പ്രസിഡന്റ് ആയിരിക്കും മെയിൻ സംഭവം. പ്രസിഡന്റിനെ ജനങ്ങൾ എന്തായിരിക്കും, ഡയറക്റ്റ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. പ്രസിഡന്റിനെ ജനങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ മക്കളെ. അപ്പൊ പ്രസിഡന്റും പ്രസിഡൻഷ്യലും പാർലമെന്റും കിട്ടി. ഇനി ഇവിടെ തന്നെ നിങ്ങൾ നോക്കേണ്ട സംഭവമാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ മാർഗങ്ങൾ, ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി. ഈ 4 എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കി വെക്കണം. എന്തായിരുന്നു? ഒന്ന് ഡയറക്റ്റ് ഡെമോക്രസി എന്താണ്, ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്താണ്, പ്രത്യക്ഷ ജനാധിപത്യം എന്താണ്, പരോക്ഷ ജനാധിപത്യം എന്താണ്, ഡയറക്റ്റ് ഡെമോക്രസിയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, മെത്തേഡുകൾ എന്തൊക്കെയാണ്, പിന്നെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ എന്താണ്, പാർലമെന്ററി വ്യവസ്ഥ എന്താണ്. ഇത് പഠിച്ചു കഴിഞ്ഞ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓക്കെ ആണല്ലോ മക്കളെ, സെറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ഇനി വീണ്ടും വരും നമ്മൾ. പിന്നെ കൃത്യം 7 മണിക്ക് എന്നും ലൈവ് ഉണ്ടാവാറുണ്ട്, മറക്കരുത്. സെറ്റാക്കണം, ഹാപ്പി ആക്കണം, അടിപൊളി. താങ്ക്